സ്നേഹാദരണീയരായ IIC കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര പാപമോചനം കൊണ്ടും അനുഗ്രഹീതമായ നന്മകളെ കൊണ്ടും അള്ളാഹു ധന്യമാക്കുന്ന പരിശുദ്ധ റമദാനിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പുണ്യമാസത്തെ ജീവിതത്തിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തിയ, അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ച് പണിയെടുത്ത യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ, ഒരുപക്ഷെ പല മുസ്ലിം കുടുംബങ്ങളിലും ഏറെ വേദന സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ് വൃദ്ധരായ മാതാപിതാക്കൾ എന്നത്. പരിഗണിക്കപ്പെടാതെയും അവഗണിക്കപ്പെട്ടും മനസ്സറിഞ്ഞ് മക്കളെ ഒന്ന് ശപിക്കാൻ, ദേഷ്യപ്പെടാൻ പോലും പറ്റാതെ ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ടും അവസാനം ഒറ്റപ്പെട്ടു പോകുന്ന, അങ്ങേയറ്റം നിരാശ്രയരായി മാറിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ജനകൂട്ടം ഇന്ന് സമൂഹത്തിലുണ്ട്. അത് രാജ്യങ്ങളുടെ അതിർത്തികളില്ലാതെ, സമൂഹത്തിന്റെ അതിർത്തികളില്ലാതെ എല്ലാ നാടുകളിലും ഇന്ന് ആ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ മാതാപിതാക്കൾ എത്തിപ്പെടുമ്പോൾ അവരോട് ഏത് അർത്ഥത്തിൽ നമ്മൾ പെരുമാറണം, എന്തായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും നിലപാട് എന്നുള്ളതാണ് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ പഠിക്കാൻ, പരിചയപ്പെടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്, എന്തിനാണ് ഇത്തരത്തിലുള്ള മത നിയമങ്ങളും മതപരമായ കാര്യങ്ങളും പ്രവാചകനിലൂടെ അള്ളാഹു പഠിപ്പിക്കാനുള്ള കാരണം? അതൊരിക്കലും മനുഷ്യന്റെ അംഗ ചൈതന്യം കാണാനോ, അതല്ലെങ്കിൽ മനുഷ്യരുടെ ശാരീരിക അവസ്ഥകൾ, അതൊന്ന് ചിലരൊക്കെ പറയുന്നത് പോലെ നോമ്പുവറ്റ ശരീരത്തിന് നല്ല സുഖ, മെലിയുകയും ചെയ്യും, കുറെ സൂക്കേടും കുറയും എന്ന് പറയുന്നത് പോലെയാണ് ഇസ്ലാമിലെ പല ആരാധനകളെയും പലരും കാണുന്നത്. 5 വക്ത് നിസ്കരിച്ചാലുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ പലരും പറയാറുള്ളത് നമ്മളും കാഫിരീങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരാണ്. നിസ്കരിച്ചാൽ മുസ്ലിം, നിസ്കാരം ഒഴിവാക്കിയാൽ കാഫിറാവും. ഇത്രേ ഉള്ളൂ പലർക്കും. പക്ഷെ റബ്ബ് പറഞ്ഞൊരു മറുപടിയുണ്ട്. 5 വക്ത് നിസ്കരിക്കുന്നവൻ വീട്ടിന്റെ മുൻപിലൂടെ ഒഴുകുന്ന പുഴയിൽ 5 തവണകളായി വൃത്തിയിൽ കുളിക്കുന്നവൻ എത്രത്തോളം ശാരീരിക ശുദ്ധിയുള്ളവനാണോ, അതുപോലെ 5 വക്ത് നിസ്കരിക്കുന്നവന്റെ മാനസിക ശുദ്ധി ആണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിസ്കരിക്കുന്നവന് കളവ് പറയാതിരിക്കാൻ പറ്റുന്നില്ലേ? ഓന്റെ നിസ്കാരത്തിന് ക്വാളിറ്റി ഇല്ല, അള്ളാഹു ഉദ്ദേശിച്ച മാറ്റം നടന്നിട്ടില്ല എന്നതിന്റെ അർത്ഥം. ഒരു നോമ്പ് വെൽക്കുന്നവൻ അവന്റെ നാവ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അത് നോമ്പ് കാലത്തല്ല, ഇനി അങ്ങോട്ടുള്ള 11 മാസം, അടുത്ത റമദാൻ വരെ അവന്റെ നാവിനെ അവന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ നോമ്പ് ഇസ്ലാം പഠിപ്പിച്ച ക്വാളിറ്റി അവന് കിട്ടിയിട്ടില്ല എന്നർത്ഥം. ആ ക്വാളിറ്റി ഇല്ലാത്ത ഇബാദത്തുകളായി മാറുമ്പോഴാണ് ഇസ്ലാമിന്റെ ഏത് കാര്യത്തോടും നമുക്കൊരു വിമുഖത, അത് ലക്ഷ്യം വെച്ച ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടായി പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സുബഹി നിസ്കരിച്ച സ്വഹാബാക്കളെ എഴുന്നേറ്റ് ഓടിയെന്നാണ്. ഉറങ്ങാനല്ല, അതല്ലെങ്കിൽ പണിക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. നമ്മളൊക്കെ പറയുന്ന അതിന് ടൂർ ഉണ്ടെങ്കിൽ നേരത്തെ എഴുന്നേൽക്കും, എത്ര മുൻപ് എണീച്ചു പോവാം എന്നതിനല്ല. മറിച്ച് റസൂലേ, ഞങ്ങളുടെ മക്കള് പട്ടിണി കിടക്കുക, ഞങ്ങളും അയൽവാസിയുടെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട് നബിയെ, അതെങ്ങാനും ഞങ്ങളെ പറമ്പിലേക്ക് വീണാൽ നേരം വെളുത്ത് ആ വെളിച്ചം വരുമ്പോഴേക്കും മക്കൾ എഴുന്നേൽക്കും. അവർക്കത് കണ്ടാല് ഹക്കാണോ ബാത്തിലാണോ എന്നൊന്നും തോന്നൂല നബിയെ. അവരത് കാരക്ക എടുത്ത് കഴിക്കുന്നതിന്റെ മുൻപ് ഞാൻ ആ കാരക്ക എടുത്തിട്ട് അയൽവാസിന്റെ പറമ്പിലേക്ക് തിരിച്ചെറിയും എന്ന സൂക്ഷ്മതയിലാണ് അവർ നിസ്കാരത്തിൽ നോടി. പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ക്വാളിറ്റി ആയിരുന്നു അത്, അവര് ജീവിതത്തിന്റെ ക്വാളിറ്റി ആയിരുന്നു അത്. അറിയാതെ കഴിച്ചുപോയ ഒരു തുള്ളി പാലിന്റെ പേരിൽ മരണം വരെ ഖേദിച്ചിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ അറിഞ്ഞ് കാലത്തോളം, അതല്ലെങ്കിൽ ഒരു അറിവുള്ള കാലത്തോളം
അവിടുന്ന് അങ്ങോട്ട് അവർ ആ അറിവിനനുസരിച്ചേ നീങ്ങിയിട്ടുള്ളൂ. ആ അറിവ് അവരെ പ്രചോദിപ്പിച്ചിട്ടേ ഉള്ളൂ. ആ അറിവ് അവർക്ക് വലിയ സമാധാനം നൽകിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ, ഒരു കർമ്മം ചെയ്യുമ്പോൾ, അതാരും കാണിക്കാനല്ല, അത് നമ്മളെ സ്വയം ജീവിതത്തിലെ മാറ്റത്തിന് വേണ്ടിയാണ്. ആത്മീയപരമായിട്ടും ശാരീരികമായിട്ടും ഹൃദയത്തോടെയുള്ള ഒരു ആത്മീയ മാറ്റം. കാരണം ഏത് സെക്കൻഡും മരണം നിങ്ങളെ കൊണ്ടുപോകും, അതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ ഒമാനിലാ താമസിക്കുന്നത്. റമദാന്റെ കുറച്ച് ദിവസം മുൻപ് നമ്മൾ കേട്ടു, അബുദാബിയില് പാപ്പാന്റെ കൂടെ ഇഷാ ജമാഅത്ത് നിസ്കരിച്ച 4 മക്കള് സുബീന്റെ മുൻപില്ല. ഒരു കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ 4 ആളെയും പടച്ചം കൊണ്ടുപോയതാണ്. മുൻഗാമികളായ ചില ഉലമാക്കൾ ഇത് പാടി പറയുന്നുണ്ട്. വലത്ത് കൗമുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. കരഞ്ഞുകൊണ്ടുവന്ന ആദമിന്റെ മക്കളെ നിങ്ങൾ കരയിപ്പിച്ചിട്ടാണ് ഈ ദുനിയാവെന്ന് തിരിച്ചു പോകുന്നത്. അന്ന് നിങ്ങൾ ജനിച്ചപ്പം ചിരിച്ചവരൊക്കെ ഒരു പക്ഷെ നിങ്ങൾ മരിക്കുമ്പോ കരയും. ഇതൊക്കെ മാപ്പിളാപ്പാട്ടിൽ കുറെ വന്നതാ, നമ്മൾ കേട്ടിട്ടില്ലേ? റൂഹിന് പറയാനാകുമോ അസ്റായീലെത്തുമ്പോൾ ഞാൻ വരില്ലെന്നും മരണം എനിക്ക് വേണ്ടെന്നും. ആർക്കപ്പം മരണത്തെ തടയാൻ പറ്റുക? ആ മരണം എന്തിന് എന്ന ചോദ്യത്തിന് അള്ളാഹു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ലി യബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് കിട്ടിയ അറിവനുസരിച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും ഭംഗിയിൽ നിങ്ങളിൽ ആരാണ് ഇബാദത്ത് ചെയ്തത്, റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചവർ ആരാണ് എന്ന്, അള്ളാഹുവിന്റെ നിയമങ്ങളെയും റബ്ബ് കൽപ്പിച്ച മര്യാദകളെയും സൂക്ഷിച്ച് ജീവിച്ചവർ ആരാണ് എന്ന് സൃഷ്ടാവായ റബ്ബിന് അറിയാൻ വേണ്ടിയിട്ടാണ്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങളെയൊക്കെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആദം നബി ആദ്യം സ്വർഗത്തിലായിരുന്നു. അള്ളാഹു പറഞ്ഞത് അനുസരിക്കാത്ത ആദം നബിയോട് അള്ളാഹ് പറഞ്ഞ, ആദമേ പുറത്തു പോ, സ്വർഗത്തിന്റെ പുറത്തു പോ. ഇനി എനിക്ക് സ്വർഗത്ത് കയറണമെങ്കിൽ ഇന്ന അനുസരിച്ചിട്ട് വരണം. അന്ന് ആദം നബി പുറത്തു പോയതുകൊണ്ട് നമ്മൾ പുറത്തായി. ഇനി ആ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ ആദം നബി കയറുന്ന മാതിരി നമുക്കും സ്വർഗത്ത് കയറാം. അപ്പൊ റബ്ബിനെ അനുസരിച്ച് ജീവിക്കാനും റബ്ബിന്റെ നിയമങ്ങൾ പാലിക്കാനും ആ റബ്ബ് കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാനും മാത്രം വന്നവരാ ഞാനും കൊടുത്തു. അല്ലാതെ നമുക്ക് സ്വന്തം വഴി വേറല്ല. ഈ ജീവിതത്തിൽ ആലീസ് മട്ടിലെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ച നമ്മളോട് പറഞ്ഞിട്ടില്ല. കോടാനുകോടി സമ്പാദിച്ച് നിങ്ങൾ സുഭിക്ഷമായിട്ട് തിന്ന് പവർ കാണിച്ച് ജീവിക്കണം എന്ന് റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടില്ല. റബ്ബാകെ പറഞ്ഞത് ദുനിയാവ് ദാറുൽ ബഅലാഹ്, നിങ്ങൾക്കുള്ള പരീക്ഷണത്തിന്റെ വേദിയാണ്. ആ പരീക്ഷണങ്ങളിൽ പല മുഅ്മിനീങ്ങളും തോറ്റുപോകുന്ന ഒരു പരീക്ഷണമാണ് ഉമ്മ ഉപ്പ, അതല്ലെങ്കിൽ മാതാപിതാക്കൾ എന്നുള്ളത്, കുടുംബം എന്നുള്ളത്. കാരണം റബ്ബ് ദുനിയാവ് തരുന്ന ഒരു മഹാ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് കുടുംബം. കാരണം നമുക്കൊക്കെ കുടുംബം ഉള്ളത് കൊണ്ടാണ് എല്ലാത്തിനും ഒരു സന്തോഷം ഉണ്ടാകുക. അപ്പൊ ഞാൻ ചോദിക്കലുണ്ട് ഇങ്ങനത്തെ ക്ലാസ് എടുക്കുമ്പോ, ഇപ്പൊ നമുക്കൊക്കെ കുറെ പൈസ ഉണ്ട്, നമ്മളൊരു 6000 സ്ക്വയർ ഫീറ്റിന്റെ കൊട്ടാരം ഉണ്ടാക്കി, അവിടെ നമ്മളെ മക്കള് നമ്മളെ കുടുംബം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സമാധാനം ഉണ്ടാകുക? നമുക്ക് ലക്ഷറി വാഹനം ഉണ്ട്, നമുക്ക് ആ വാഹനത്തിൽ നമ്മൾ പിയാപ്പിൾ അവിടെ ഇരിക്കുന്നു, നമ്മൾ ഇപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്നു, നമുക്ക് എന്ത് സമാധാനം ഉണ്ടാകുക? എത്ര ദിവസം നമ്മൾ സമാധാനിക്കും? കുടുംബ മനുഷ്യരെ സ്വർഗം, കുടുംബ സമാധാനം. ഇപ്പൊ നമുക്കതിന്റെ വിലയറിയാത്തത് നമുക്ക് ആയുസോടെ പലരും ഉള്ളതുകൊണ്ടാ. മൂത്താപ്പണ്ട്, അളാപ്പണ്ട്, അമ്മായിണ്ട്, അമ്മാവനുണ്ട്, മക്കളുണ്ട്. ഇതൊക്കെ ഇല്ലാണ്ടായി പോകുമ്പോ അള്ള തന്ന 2 മക്കളെ പടച്ചോൻ കൺമുൻപൊന്ന് കൊണ്ടുപോയാ തീരും. എല്ലാ പൈസന്റെ പവറും എല്ലാ അഹങ്കാരവും തീരും. നമ്മളെ വാപ്പയും ഒക്കെ നമ്മളെ വിട്ടുപോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ആരും അല്ലാണ്ടായി ആവുകയാണ്. ഇപ്പൊ നമ്മളെ ധൈര്യം ഓരോന്നുമില്ലേ, നാട്ടിലുണ്ട്, ഇല്ലേ മൂത്തോന്റെ വീട്ടിലുണ്ട്, അല്ലെ ഇളയോന്റെ പുരയിലുണ്ട്, അല്ലെ പെങ്ങള് കൊണ്ടുപോയിട്ടുണ്ട്. അവരിടക്കിടക്കൊക്കെ ഒന്ന് വിളിക്കുമ്പോഴും ആ ഇടക്ക് വിളിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷവും അത് മാത്രമേ നമ്മളെ ജീവിതത്തിലുള്ളൂ. ഞാൻ ആ ബെല്ലടിന്റെ സൗണ്ട് ആയതുകൊണ്ടാണ്, ഞാൻ സ്കൂളിലാകട്ടെ ഡ്യൂട്ടിന്റെ ഇടയിലാണ്. അപ്പൊ ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ പടച്ച റബ്ബ് അനുഗ്രഹിച്ച് നൽകിയ കുടുംബം, ആ കുടുംബത്തെ പറ്റി അള്ളാഹു ചോദിക്കും എന്നുള്ളത് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓരോ വെള്ളിയാഴ്ചയും മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും തന്റെ ഖുതുബയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സഹാബത്തിന് ഓതിക്കൊടുക്കുന്ന ഒരു ആയത്തുണ്ട്. 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനം, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം.
വല്ലർഹാം, മനുഷ്യരെ നിങ്ങളെ കുടുംബം, ആ കുടുംബത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലേ? ഒരടി കാലനക്കാൻ. ഏത് വലിയ നിസ്കാര നോമ്പുകാരനായാലും ഏത് വലിയ ഇബാദത്തുകാരനായാലും പടച്ചോൻ അവസരം കൊടുക്കൂല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കാ, ലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം. ഒരാളോട് അള്ളാഹു പരലോകത്ത് സംസാരിക്കില്ല, അള്ളാഹു അവരെ സംസ്കരിക്കുകയില്ല, അള്ളാഹു അവരെ പരിശുദ്ധരാക്കുകയില്ല, അള്ളാഹു അവരുടെ നേരെ നോക്കുക പോലും ചെയ്യുകയില്ല. ആരാവര്? സ്വന്തം മാതാപിതാക്കളോട് അനാദരവോടുകൂടി പെരുമാറിയ മക്കൾ, സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ട പരിഗണനയും സ്ഥാനവും കൊടുക്കാത്ത മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്നായ നമ്മളെ മാതാപിതാക്കളെ ജീവിതത്തിന്റെ ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അവരുടെ ബർക്കത്തിലാണ് നമ്മളുടെ ബർക്കത്ത്, അവരുടെ സന്തോഷത്തിലാണ് നമ്മളുടെ ബർക്കത്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ഹൃദയം കൊണ്ടും അവരിലേക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര നോമ്പുവറ്റാലും ഇബാദത്ത് ചെയ്താലും അള്ളാഹുവിന്റെ അരികിൽ നമ്മൾ വലിയ പരാജയക്കാരായി മാറും. അതുകൊണ്ടാണ് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന. അപ്പൊ ഞാൻ പറയാറുണ്ട്, നമ്മളെയൊക്കെ ജീവിതത്തിന്റെ ചെറിയ കാല ആലോചിച്ചാൽ മതി. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പടച്ചോനെ, ഒരു മക്കളെ അവരുടെ ആ ചെറുപ്പം വിട്ട് കിട്ടാൻ, ഒന്ന് വലുതാക്കിയെടുക്കാൻ ഒരു വാപ്പയമ്മ അനുഭവിക്കുന്ന ത്യാഗത്രയാണ്. എത്ര കഷ്ടപ്പാടുകളാ. ഗർഭം ധരിക്കുന്നത് എന്നാണോ, ആ ഗർഭം ധരിച്ച അന്ന് മുതലല്ല, ഗർഭം ധരിക്കാൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെടുന്ന നിമിഷം മുതൽക്ക് അവര് പ്രാർത്ഥിക്കുന്നുണ്ട്.